കേരളം, തമിഴ്നാട്, ആസാം, അതിന്റെ കൂടെ പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പശ്ചിമ ബംഗാൾ BJP വലിയ തോതിൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ്, ഒരു സംസ്ഥാനമാണ്. അവിടെ BJPയുടെ കടന്നുകയറ്റത്തെ അങ്ങേയറ്റം ശക്തമായി ഇക്കാലം അത്രയും റെസിസ്റ്റ് ചെയ്തത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ്. 36 കൊല്ലം ഇവിടെ ഇപ്പൊ തുടർഭരണം വേണം എന്നാവശ്യപ്പെടുന്ന CPM-കാർ 36 വർഷം തുടർച്ചയായാണ് അവിടെ ഭരിച്ചത്. അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. 36 വർഷം തുടർച്ചയായി ഭരിച്ച പശ്ചിമ ബംഗാളിൽ നിന്ന് പൊടിമൂലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അർത്ഥത്തിലേക്ക് ആയിട്ടുണ്ട് CPM. അവിടെ നിൽക്കട്ടെ. അപ്പൊ BJPയും തൃണമൂൽ കോൺഗ്രസും ഏതാണ്ട് നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ സാഹചര്യം. മറ്റൊരു സാഹചര്യമുണ്ട്, SIR. ഈ SIR ലക്ഷ്യമിട്ടത് തന്നെ അതിർത്തി സംസ്ഥാനങ്ങൾക്ക് കടന്നു കയറാനാണ് എന്ന് വാദം അന്ന് തന്നെ ഉണ്ടായിരുന്നു. ആസാമിലായാലും മണിപ്പൂര്, നാഗാലാൻഡ്, അതുപോലെ പശ്ചിമ ബംഗാളിൽ 1971 യുദ്ധത്തിൽ വന്ന അഭയാർത്ഥികൾ അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നും ഇന്ത്യക്കാരല്ലാത്തവരുണ്ട് എന്നും അവരൊക്കെ വലിയ തോതിൽ ന്യൂനപക്ഷക്കാരും അത് വലിയ തോതിൽ ആവൽക്കാരികളും ഒക്കെയാണെന്നും അവരെയൊക്കെ തൂത്തെറിഞ്ഞ് ഇന്ത്യ എന്ന ഞങ്ങളുടെ സങ്കല്പത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നുമാണ് SIR-ലൂടെ ശ്രമിച്ചത്. പൗരത്വ നിയമ ഭേദഗതി കൊണ്ടൊന്നും അത് നടന്നില്ല. പക്ഷെ പൗരത്വ ഭേദഗതി നിയമം ഒളിച്ചു കിടത്തുകയായിരുന്നു SIR-ൽ എന്നാണ്. കേരളത്തിൽ നിന്നാൽ നമുക്കത് മുഴുവൻ മനസ്സിലാവില്ല, ബംഗാളിൽ ചെന്നാൽ മനസ്സിലാവും. ഉദാഹരണത്തിന്, എന്റെ വോട്ട് ലിസ്റ്റിൽ പേരുണ്ട്. പക്ഷെ എന്റെ പേര് അംഗീകരിക്കണമെങ്കിൽ എന്റെ മാതാപിതാക്കളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവണം. എന്റെ മാതാപിതാക്കളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ, കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് വോട്ടുണ്ടാവില്ല. ചിലപ്പോൾ എന്റെ മാതാപിതാക്കൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ എനിക്ക് ഇവിടെ കേരളത്തിൽ തന്നെ അറിയുന്നുണ്ട്, മാതാപിതാക്കൾ വളരെ നേരത്തെ മരിച്ചുപോയ കുട്ടികളുണ്ട്. അവർക്ക് ബന്ധുക്കളില്ല, മാതാപിതാക്കളില്ല. അവരെവിടെ വോട്ട് ചെയ്യും? അവർക്ക് എവിടെയാ വോട്ട് ചെയ്യുക? അവർ അനാഥാലയത്തിലൊന്നുമല്ല, ചില സുഹൃത്തുക്കളുടെയോ അമ്മാവന്റെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വീട്ടിലായിരിക്കും, വലിയച്ഛന്റെയോ ഇളയച്ഛന്റെ വീട്ടിൽ തന്നെ കുട്ടികൾ വളർന്നുണ്ടാവുക. ആ കുട്ടികളുടെ അച്ഛന്റെ പേരില്ല, അതുകൊണ്ട് കുട്ടിയെ തട്ടിക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ അത് പ്രശ്നമുണ്ട്. ബംഗാളിൽ അത് വളരെ ഗുരുതരമായ പ്രശ്നമാവും. ഇത്രയും വിദ്യാഭ്യാസമില്ല, ഇത്രയും വളരെ പിന്നോക്കമാണ്. 36 കൊല്ലം ഭരിച്ചെടുത്താണ് ഈ പിന്നോക്കാവസ്ഥ എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കുക. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. ആ പിന്നോക്കാവസ്ഥ മുതലെടുത്ത് കുറെ ആളുകളുടെ വോട്ട് വെട്ടി, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളുടെ, സ്ത്രീകളുടെയൊക്കെ വോട്ട് വെട്ടി എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക എന്ന ഏക ലക്ഷ്യമാണ് BJPക്ക് അവിടെയുള്ളത്. പക്ഷെ അതിശക്തമായ പ്രതിരോധമാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുന്നത്. പലപ്പോഴും അവർ സത്യാഗ്രഹത്തിന് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. മമതാ ബാനർജി നേരിട്ട് പാർട്ടി ഇൻ പേഴ്സണായി സുപ്രീം കോടതിയിൽ പോയി വാദിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേറെ വഴിയില്ല. ആരും ഉദ്യോഗസ്ഥന്മാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി ഓഫീസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസ് പോകാൻ പാടില്ല. നമ്മളിപ്പോൾ നിരവധി കാര്യങ്ങളിൽ കണ്ടതാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ബാംഗ്ലൂരിലെ വോട്ടർ പട്ടിക, ഹരിയാനയിലെ വോട്ടർ പട്ടിക ഒക്കെ എടുത്ത് നമ്മൾ കണ്ടതാണ്. ഇരട്ടിപ്പുള്ള ഒരുപാട് ഇരട്ടിപ്പുകൾ, ഒരാൾക്ക് തന്നെ 23 സ്ഥലത്ത് വോട്ട് ഒക്കെ അല്ലെ വോട്ടർ പട്ടിക വെച്ചിട്ടാണ് ചെയ്യണേ. ഈ SIR വന്നിട്ടൊന്നും ഇരട്ടിപ്പ് മാറിയില്ല, ഒന്നും മാറിയില്ല. അത് വേറെ വിഷയം. എന്തായാലും ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് 23 നടക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നോ ഇന്നലെയോ ഒക്കെയാണ് അവിടുത്തെ അവസാന വോട്ടർ പട്ടിക വരാൻ പോകുന്നത്. ആ വോട്ടർ പട്ടിക വരുമ്പോൾ എന്തായിരിക്കും ഉണ്ടായിരിക്കുക എന്നറിയില്ല. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കപ്പെട്ട ആളുകൾ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ബൂത്തിലും പോയി ക്യൂ നിൽക്കുന്നത് ഞങ്ങളുടെ വോട്ട് ചേർക്കാൻ. ഓരോ സ്ഥലത്തും എൻറോൾമെന്റ് ബൂത്തിൽ. അതിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ മമതാ ബാനർജി നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു ഇത് പ്രശ്നമാണ്. അങ്ങനെ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ ഇറക്കി വിട്ടു. കടന്നു പോ, കടക്ക് പുറത്തു എന്നുള്ള നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട അവിടെ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അന്തിമ വോട്ടർ പട്ടിക എങ്ങനെയായിരിക്കും? തെരഞ്ഞെടുപ്പ് എങ്ങനെ സമാധാനപരമായി നടക്കുമോ? ഇത്തരം നിരവധി ചോദ്യങ്ങൾ ബംഗാളിനെ കുറിച്ചുണ്ട്. ജനാധിപത്യം അട്ടിമറിക്കുന്ന ഇത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് എല്ലാ ഇന്ത്യക്കാരന്റെയും ആവശ്യമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ പോലും അഴിമതിയാണെങ്കിൽ, അട്ടിമറിയാണെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് എന്ത് വിശ്വാസമാണ് ജനാധിപത്യത്തിൽ ഉണ്ടാവുക?